പൊങ്കാല സമർപ്പണം അവസാനിച്ചതോടെ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്ന നഗരസഭ. നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചെയ്തതുപോലെ തന്നെ നഗരസഭയുടെ തൊഴിലാളികൾ, ജീവനക്കാർ, ഹരിതകർമ്മസേന പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള, വോളണ്ടിയേഴ്സ് അടക്കമുള്ളവർ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള കൃത്യമായ ശുചീകരണ പ്രവർത്തനത്തിന് ഒരു ആരംഭമാണ് ഇവിടെ കുറിച്ചത്. നമുക്കറിയാം, കടുത്ത വേനലായതുകൊണ്ട് 3 മണിക്കാണ് മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ആരംഭിക്കുക. ചെറുതായിട്ടാണ്, കുത്തിയോട്ടമുള്ള സ്ഥലത്താണ് ഇന്നിപ്പോൾ ഈ സമയത്ത് നമ്മൾ ക്ലീനിങ് തുടങ്ങുന്നത്. ബാക്കി മറ്റ് കാര്യങ്ങളെല്ലാം 3 മണിക്ക് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ പൂർണ്ണമായും നഗരം ശുദ്ധിയാക്കാൻ തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ജീവനക്കാർക്ക് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ച എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഈ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി പലപ്പോഴും പൊങ്കാല മാറുന്ന സാഹചര്യമുണ്ട്. ഒരു പക്ഷെ നാളെ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്ന ഒരാൾക്ക് ഇങ്ങനെയൊരു മഹോത്സവം നടന്ന ഇടമാണിത് എന്ന് പോലും തോന്നാൻ പറ്റാത്ത തരത്തിലാണ് ശുചീകരണ പ്രവർത്തികൾ മുന്നേറുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും സർക്കാരിന് ആശ്വസിക്കാം, നഗരസഭയ്ക്ക് ആശ്വസിക്കാം. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ആറ്റുകാൽ പൊങ്കാല അവസാനിച്ചിരിക്കുന്നു. ഇനി കുത്തിയോട്ടം ആണ് രാത്രി ബാക്കിയുള്ളത്. നഗരത്തെ ശുചിയാക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഈ പൊങ്കാല കഴിഞ്ഞാലുടൻ തിരുവനന്തപുരം നഗരസഭ ഏറ്റെടുക്കുന്നത്. കടുത്ത ചൂടായത് തന്നെ ഇന്ന് 3 മണിവരെ അവർ കാത്തിരുന്നു. മേയർ ഉദ്ഘാടനം ചെയ്ത ശേഷം ഇപ്പോൾ നമുക്ക് എത്രയധികം തൊഴിലാളികളാണ് ഈ സെക്രട്ടേറിയറ്റ് ഭാഗത്ത് മാത്രം ശുചീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മുഴുവൻ മാലിന്യങ്ങളും, ഈ ചാരവും വിറകിന്റെയും ചൂട്ടിന്റെയും ഒക്കെ ബാക്കിയും എല്ലാം, കല്ലുകളും ഈ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ഇഷ്ടികകളും ഒക്കെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഇഷ്ടികകൾ പിന്നീട് ലൈഫ് പദ്ധതി പ്രകാരം നഗരസഭയുടെ കീഴിലുള്ള സ്ഥലങ്ങളിലെ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കും. പാവങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ അത് ഉപയോഗിക്കും. അങ്ങനെ ആ കല്ലുകൾ അതിനാണ് ഉപയോഗിക്കുക. ഇപ്പോൾ എത്രയധികം സ്ത്രീകളും പുരുഷന്മാരും, എത്ര തൊഴിലാളികളാണ് ഇവിടെ ഒരേ സമയം ജോലി ചെയ്യുന്നത്. ഈ വാഹനങ്ങളിൽ, ലോറികളിലുമൊക്കെ ഈ ഒരു ഭാഗത്ത് കല്ലുകൾ കയറ്റുന്നു, ഒരു ഭാഗത്ത് കല്ലുകൾ കയറ്റിക്കൊണ്ടുപോകുന്നു. അത് നഗരസഭയുടെ ചില സ്ഥലങ്ങളിൽ ശേഖരിച്ചു വെക്കും. പിന്നീടാണ് ലൈഫ് പദ്ധതിക്ക് വേണ്ടി അത് ഉപയോഗിക്കുക. മറ്റു ഭാഗങ്ങളിൽ, ലോറികളിൽ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയാണ്. ഇവിടെ ഈ ആശാ സമരപന്തലിലും ഇവിടെ പൊങ്കാല കല്ലുകളുണ്ട്. ആ കല്ലുകൾ നഗരസഭ എടുക്കാൻ വരുമ്പോൾ തടയുകയാണ്. അവർക്ക് കഞ്ഞി വയ്ക്കാൻ ആ കല്ലുകളൊക്കെ വേണമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും നഗരം മുഴുവൻ ക്ലീൻ ചെയ്യുക എന്ന ശ്രമത്തിലാണ്. പക്ഷേ അവിടെ ആശാപ്രവർത്തകർ ചെറിയ തടസ്സം ഉണ്ടാക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അവർ എല്ലാ ദിവസവും കഞ്ഞി വയ്ക്കുന്ന കല്ലുകൾ മാറ്റാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഭാഗത്ത് നഗരസഭാ ജീവനക്കാർ മാലിന്യങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായാണ് ആ സ്ഥലത്തേക്കും എത്തിയത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ, നേരത്തെ അഭിലാഷ് സൂചിപ്പിക്കുകയാണ് ശരിയായ കാര്യം, നാളെ രാവിലെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ, ഇന്നലെ ഇത്രയധികം ഈ 10,000-കണക്കിന് സ്ത്രീകൾ ഈ നഗരം നിറഞ്ഞു നിന്ന് പൊങ്കാലയിട്ട് ഈ തീ കത്തിച്ച് അടുപ്പ് കൂട്ടി പൊങ്കാലയിട്ട് പോയൊരു സ്ഥലമാണോ എന്ന് അറിയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ശുചീകരണമാണ് നഗരസഭ എല്ലാ തവണയും നടത്തുന്നത്. വളരെയധികം മാതൃകാപരമായ പ്രവർത്തനമാണ് നഗരസഭയുടെ ഭാഗത്ത് അക്കാലത്തിലുണ്ടാകുന്നത്. അതാണ് മേയർ തുടക്കം കുറിച്ചത്. ഈ ശുചീകരണം ഈ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, അതേ ഇടവഴികളിലും, പ്രധാന റോഡുകളിലും, ദേശീയപാതകളിലും ഒക്കെ അത്തരത്തിലുള്ള ശുചീകരണം ഉണ്ടാകും. അതിനുശേഷം രാത്രി ഒരു കൃത്രിമ മഴ പെയ്യിക്കും നഗരസഭയുടെ ജീവനക്കാർ. അതോടുകൂടിയാണ് നഗരം പൂർണ്ണമായും ക്ലീൻ ആകുമെന്ന് ആയി മാറുന്നത്. ഏതായാലും ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഈ വാഹനം, ഈ റൂട്ട് നമ്പർ 7 സെക്രട്ടേറിയറ്റ് സർക്കിൾ, കോർപ്പറേഷൻ സെക്രട്ടേറിയറ്റ് സർക്കിളിലേക്ക് മാത്രമുള്ള വാഹനമാണ്. ഇത്തരത്തിൽ നഗരത്തിന്റെ എല്ലാ ഭാഗത്തും ഈ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി നഗരസഭാ ജീവനക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആളുകളുടെ വലിയ ജീവനക്കാരുടെ കൂട്ടമുണ്ട്. എല്ലാത്തരം മാലിന്യങ്ങളും അവർ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഏതായാലും ആ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈ നഗരം പഴയതുപോലെ, ഒരുപക്ഷെ നേരത്തെ കിടന്നതിനേക്കാൾ മനോഹരമാക്കി മാറ്റും നഗരസഭ. അഭിലാഷ്.